ഞാൻ ഇടുക്കിയിലെ ചെമ്പകത്തൊഴുകുടിയിലാണ്. പരമ്പരാഗതമായ ഒരു വീട് ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിന്റെ പ്രത്യേകത എന്താ? ഇത് ഞങ്ങളുടെ ഒരു സത്രം എന്ന് പറയാം സാറേ, ഞങ്ങളുടെ ഭാഷയിൽ ചാവടി എന്ന് പറയാം. ചാവടിയാണ്. അപ്പൊ ഈ ചാവടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുപ്പക്കാരൊക്കെ ആൺകുട്ടികള് വിവാഹം കഴിക്കുന്നത് വരെ ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു സംവിധാനമാണ്. ഇവിടെ ഈ വിറക് എന്തിനാ? വിറക് ഞങ്ങൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള സമയത്ത് തീ കത്തിക്കും. ഇതിന്റെ അകത്ത് അടുപ്പൊക്കെ വെച്ച് അടുപ്പ് കൂട്ടി തീ വെക്കും, തീ കത്തിക്കും. ചാണകം വെച്ചാണ് മെഴുകുന്നത്. ഇപ്പോഴാ ചാണകം വെച്ചാണ് ഇത് മെഴുകുന്നത്. പിന്നെ ഈ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ദിവസം തങ്ങാൻ വേണ്ടി താമസിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ദിവസം ഇവിടെ ഞങ്ങൾ താമസിപ്പിക്കും. മറ്റേ കുടികളിലൊക്കെ വരുന്നുണ്ടല്ലോ, മറ്റേ കുടിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്, വിരുന്നുകാരൊക്കെ വരും. വിരുന്നുകാർ വന്നാല് ഇവിടെ ഒരു ദിവസം ഞങ്ങള് താമസിപ്പിക്കാനുള്ള അനുവാദം. ഇതാണ് നമ്മുടെ ഈ തണുപ്പുള്ള സമയത്ത് ഇവിടെയാണ്, ഈ അടുപ്പിലാണ് തീ കൂട്ടി കത്തിക്കുന്നത്. ഇവിടെ ഭക്ഷണമൊന്നും പാകം ചെയ്യില്ല. ഇവിടെ ഭക്ഷണമൊന്നും പാകം ചെയ്യുന്നില്ല. ഇവിടെ കിടക്കാൻ മാത്രമേ ഉള്ളൂ. കിടന്ന് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചർച്ചകളൊക്കെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് എന്ന് പറയും, പഞ്ചായത്തൊക്കെ കൂടുന്ന ഇവിടെയാണ്. ഞങ്ങളുടെ പൊതുവെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞങ്ങൾ കൂടി തീരുമാനിക്കും. മുതിർന്ന ആളുകളെ വെച്ച് ഇവിടെ കൂടി തീരുമാനിക്കും. മാത്രമല്ല ഇതിന്റെ മേൽക്കൂര പുല്ല് മേഞ്ഞ മേൽക്കൂര, പുല്ലാണ് മേഞ്ഞിരിക്കുന്നത്. ചൂടില്ല, എ സി പോലെ. അത് എ സി പോലെ, ചൂടുമില്ല തണുപ്പില്ല. എല്ലാ കുടികളിലും ഇങ്ങനെ ചാവടി ഉണ്ട്. മുതുവാക്കുടി എല്ലാ കുടിയിലും ഉണ്ട്, ചാവടിയുണ്ട്. മുതുവാക്കുടിയിലെ ഒരു ചാവടിയാണ്. അതെ. ഇത് ഭിത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ മൺഭിത്തി ശരി ചേർത്ത് കെട്ടി. അപ്പൊ ചാണകം മെഴുകിയ തറ പരമ്പരാഗതമായ രീതിയിൽ പണിതിട്ടുള്ള ഇതാണ് ചാവടി എന്ന് പറയുന്നത്. ഈ ചാവടി എത്ര വർഷമായിട്ടുണ്ടാവും കാണി? 70 വർഷം. ഈ കുടി വന്നിട്ട് 70 വർഷമായിട്ടുണ്ട്. 70 വർഷത്തേക്ക് ഈ ചാവടിയുണ്ട്. പുല്ലൊക്കെ വേറെ മൈനി കാണും അല്ലെ? ഇടയ്ക്കിടയ്ക്ക് പുല്ലൊരു 10 വർഷം 15 വർഷം അല്ലേ? 15 വർഷത്തിനിടയ്ക്ക് ഒരു മാറ്റമുണ്ട്. ചാവടി കാണാത്തവർക്ക് ശരി. അപ്പൊ ഈ ചാവടി എന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തിലെ ആദിവാസി മുതുവാ സമൂഹത്തിലെ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരും പുറമെ നിന്ന് ഈ കുടിയിലേക്ക് എത്തുന്ന അതിഥികളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ? രാത്രിയിലെ തണുപ്പുള്ള രാത്രികളിൽ തീ കത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്.